ഈ കടലാസിന് 11 വർഷത്തിനപ്പുറം പഴക്കമില്ല. താൻ ഈ നാട് വിട്ട് ഒരിക്കലും മരതകം വീട്ടിൻ്റെ പടികൾ ചവിട്ടേയില്ല എന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയതോ? ഇനി അഥവാ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ അപ്പോൾ തൻ്റെ മുന്നിലേക്ക് ഇട്ടു തരാൻ വേണ്ടി 11 വർഷത്തിനുള്ളിൽ തൻ്റെ ചേട്ടൻ എഴുതി ഉണ്ടാക്കിയ വ്യാജ വിൽപ്പത്രമാണ് ഇത്. മനസ്സിലായോ? തനിക്ക് മനസ്സിലായോ? മനസ്സിലായി. മോഹനകൃഷ്ണ, ഇങ്ങോട്ട് വന്നേ. 2 അന്യായം ഒപ്പിടിക്കണം. ഈ വില്ലേ തന്നെ വിരട്ടി ഓടിക്കാൻ വേണ്ടി മാത്രം ചവച്ചുണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരു വില്ലുണ്ടെന്ന് അവർ വാദിച്ചാൽ ഇത് കൃത്രിമമാണെന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഷൂട്ട് നമ്മൾ ആദ്യം അങ്ങ് ഫയൽ ചെയ്യും. അതും ഇമ്മീഡിയറ്റ് ആയിട്ട്. ഓക്കെ സർ. പിന്നെ അവരതിൻ്റെ കൗണ്ടറിന് പ്രൊസീഡ് ചെയ്യാൻ പോണില്ല. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ അന്നത്തെ രജിസ്ട്രാർ ഒരു ഓമനക്കുട്ടൻ തമ്പി, അങ്ങനെ ഒരു രജിസ്ട്രാർ ഈ ഈരേഴ് ലോകത്തിൽ ഉണ്ടോ എന്ന് ആർക്കറിയാം? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ജീവിച്ചിരിക്കാനും സാധ്യത കുറവാണ്. പിന്നെ ഇതാ എഴുതി പറഞ്ഞിരിക്കുന്ന ഒരു പൊറിഞ്ചു, പിന്നെ വേറെ കുറേ സാക്ഷികളും, എവരെയൊക്കെ നിരയായി കൊണ്ടുവരേണ്ടി വരും. പിന്നെ പാർട്ടിഷൻ ഉടനെ തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു കേസോടെ കോടതിയിലെത്തിയാൽ തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കും. അത് ഉറപ്പാ. ഈ ഫോണുമായിട്ട് എന്തിനാ നടക്കുന്നത്? ഞാൻ വക്കീൽ ഓഫീസ് വരെ. അവർക്ക് എക്സാം ആണ് മക്കളെ. അതെ, വിൽപത്രം മുഴുവൻ ശരണ്യമൂർത്തി വക്കീല് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതാ പെണ്ണും പിള്ളയും ഭർത്താവും കൂടി 10 വർഷം മുമ്പ് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതെന്ന വക്കീല് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് നമ്മൾ ജയിക്കുമെന്ന് വക്കീല് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടന്നോട്ടെ. ആ വർഗീസ് അച്ചായൻ പിന്നെയും വിളിച്ചിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്നാ പറഞ്ഞേ. വീട് ശരിയാവാതെ എങ്ങോട്ട് ഇറങ്ങണമെന്നാ പറയുന്നേ. അതൊന്നും നടക്കത്തില്ല. അഞ്ചു എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? സ്കൂളിൽ അല്ലുവിൻ്റെ സ്കൂളിൽ ഒരു ഇഷ്യൂ. തിങ്കളാഴ്ച ചെല്ലാന്ന് പറഞ്ഞല്ലേ? ഇതല്ല, അവനിന്ന് അവൻ്റെ സ്കൂളിൽ കൂട്ടുകാരി പിള്ളേരുമായിട്ട് അടിയും വഴക്കുണ്ടാക്കി. അടിയും വഴക്കോ? അതെന്തിനാ? അത് അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ്റെ ചേട്ടൻ 10th പഠിക്കുന്ന ആ പയ്യൻ്റെ ഫോണിൽ. ഞാൻ എങ്ങനെയാണെന്തോ അത് പറയാം. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയാവുന്നു. ഈ മനക്കേട് കാരണം അവരെന്നെ സ്കൂളിൽ പോകുന്നെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും നമ്മൾ? അവരുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞു. ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറാം. നാട്ടിൽ നിന്ന് മാറാനോ? എങ്ങോട്ട് പോവാൻ? കുഞ്ഞുങ്ങളെ കണ്ടേ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അപ്പൊ പിള്ളേരുടെ പഠിപ്പ്, അവരുടെ ഫ്യൂച്ചർ? ഒരു വർഷം അങ്ങ് പോട്ടെ. അടുത്ത വർഷം വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാലോ. അതെങ്ങനെയാ ശരിയാവുക? അത് ശരിയാവത്തില്ല. എന്തോ അവരുടെ പഠിപ്പ് കളഞ്ഞിട്ട് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ശരിയാവത്തില്ല. അതെ, ചാച്ചാജി പ്രൊഡക്ഷൻസിന്റെ പ്രോജക്റ്റ് നമ്മൾ കാരണം പെൻഡിങ്ങിലായി. അതും മുടങ്ങി. ഇപ്പൊ പിള്ളേരുടെ പഠിപ്പും ഇങ്ങനെയായി. നാട്ടിൽ നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. അതാ ഞാൻ പറഞ്ഞത്. അവരുടെ ഹെഡ് ഓഫീസ് ആണെങ്കിൽ അങ്ങ് ബോംബെയില.
നമ്മുടെ പ്രോജക്റ്റും മൾട്ടി ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നത് നല്ലതാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിള്ളേരെ അവിടെ എവിടെയെങ്കിലും നല്ല സ്കൂളിൽ ചേർക്കാലോ. കണ്ടിന്യൂസ് അവരുടെ പ്രോജക്റ്റും ചെയ്യാം. ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഈ ആൾക്കാർക്കൊക്കെ പ്രശ്നമുള്ളൂ. ബോംബെ നഗരത്തിൽ അവിടെ ആരെ എങ്ങനെ തിരിച്ചറിയാനാ? നമുക്കും നമ്മുടെ പിള്ളേർക്കും അങ്ങോട്ട് പോയി ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് തന്നെയാ നല്ല വഴി. ദയവായിട്ടാ സത്യം പറഞ്ഞ സുധാകർജിയുടെ ഈ പ്രോജക്റ്റ് വന്നത്. നമുക്കങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്യാം. ഒക്കുമെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച തന്നെ അങ്ങ് പോകാൻ നോക്കാം. അല്ലാതെ ഇവിടുന്ന് വാരി കിട്ടി നമ്മൾ എന്ത് ചെയ്യാനാ? എല്ലാം ഇട്ടെറിഞ്ഞ് ഈ നാട് വിട്ടു പോണം എന്നുവെച്ചാ ഒളിച്ചോടണം. അതല്ലേ അനന്ത് പറയുന്നേ? ഒളിച്ചോടുന്നത് എന്തിനാ? നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് അനന്തന്റെ വേർഷൻ. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് രക്ഷപ്പെടാനായിട്ട് അനന്തു കണ്ടുപിടിച്ച വഴി. പക്ഷെ അനന്തൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ മുമ്പിലെങ്കിലും അവരുടെ അമ്മ ആരാണെന്ന് അനന്തം മനസ്സിലാക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു അമ്മയാണെന്ന് മാലോകരാരും പറഞ്ഞില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ അറിയണം. അവർ രണ്ടുപേരും വളർന്നു വരുമ്പോ അവരുടെ അമ്മയുടെ കഥകൾ കണ്ടും കേട്ടുമൊക്കെ ആയിരിക്കും വളർന്നു വരാൻ പോകുന്നത്. അവരുടെ മുമ്പിൽ ഞാൻ ആരാണെന്തോ? അവരുടെ മുമ്പിലെങ്കിലും അവരുടെ അമ്മ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. എനിക്ക് എന്നെ ചതിച്ചതാരാണെന്ന് അറിയണം. അതില്ലാതെ ആൻസിക്ക് ഒരു ജീവിതമില്ല. ഒളിച്ചോടി പോകാനായിട്ട് എനിക്ക് കിട്ടില്ല. നീ പറയുന്നത് നിന്റെ സെന്റിമെന്റൽ വേർഷനാ. ഞാൻ പ്രാക്ടിക്കലായിട്ടാ പറയുന്നത്. സൈബർ സെൽ വഴി എത്ര മൂവ് ചെയ്താലും അതൊക്കെ തെളിയിച്ചെടുക്കാൻ വലിയ പാടാ. നമ്മുടെ സമയവും പണവും വെറുതെ നഷ്ടപ്പെടുന്നല്ലാതെ മാനക്കേട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റാത്തടത്തോളം ഈ ആൻസി ഇല്ല. പോകും ഞാൻ അങ്ങേ അറ്റം വരെ പോവും. അനന്തന്റെ കരിയർ നോക്കി പോക്കൂ. പക്ഷെ ആൻസി ഇവിടെ തന്നെ കാണും. ഞാൻ ശരിയാണെന്ന് തെളിയുന്നവരെ ഈ മണ്ണിൽ തന്നെ ഞാൻ കാണും. ഗണപതിക്ക് അടിക്കാനാ തേങ്ങ. നല്ലത് നോക്കി എടുക്കണം. എല്ലാം നല്ല തന്നെയാ. ഇതിലെല്ലാം ചെറിയ തേങ്ങയല്ലേ ഉള്ളൂ, വലുതൊന്നുമില്ലേ? ഇതൊക്കെ നല്ലതാണ് ഏട്ടാ. ആഹാ, ആരാ നോക്കി? ഇത് അലക്സ് അച്ചായന്റെ അപ്പാപ്പനല്ലേ? അതെ. മുടിയൊക്കെ വെട്ടി മുട്ടയാക്കിയത് ആളറിയാതിരിക്കാനായിരിക്കും. ധാരാ നോക്കി. ആഹാ, നമ്മുടെ ഓനച്ചൻ ആഞ്ഞ് തൊഴുകാണല്ലോ. ഭഗവതിയെ തൊഴുതിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മേ ഭഗവതി. ഓനാച്ചായോ, അമ്മേ ഭഗവതി. ഓനാച്ചായോ, ബാ ഒരു ചായ കുടിച്ചിട്ട് പോവാ. ചേട്ടായേ, ഒരു സ്പെഷ്യൽ ചായ അടിച്ചേ. എല്ലാരും കൂടി എന്നെ അങ്ങ് ഊതുവാ ഇല്ലയോ? ഓനച്ചന്റെ ഫ്ലക്സ് പറഞ്ഞേക്കുവാ ക്ലബ്ബുകാര് പിള്ളേര്. ഈ നാട്ടിൽ നിന്ന് ഒരു കൊച്ചിനെ വലിയ നിലയിൽ എത്തിച്ചല്ലേ. ഒരു ചായ കുടിക്കാം. എല്ലാരും കൂടി എന്നെ അങ്ങ് കിടത്താൻ നോക്കണ്ട കേട്ടോ. ഷീലയും ജയഭാരതൊന്നും ആയില്ലെങ്കിലും മറ്റേ കൊച്ചായില്ലേ, സണ്ണി കൊച്ച്. യൂട്യൂബിലെ ലക്ഷക്കണക്കിന് ആരാധകരെന്നാ പിള്ളേരൊക്കെ പറയുന്നേ. ദേ, എന്നെ തനിക്കോണം കാണിക്കല്ലേ കേട്ടോ. ഓ, അലക്സിനെ കണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ടില്ലേ? എന്തുവാ, ലോട്ടറി അടിച്ചോ? അടിച്ച പോലെ ആണല്ലോ. അല്ലെങ്കിൽ ഈ യൂട്യൂബ് നടിയെ അവന്റെ തലയിൽ ഇരിക്കില്ലായിരുന്നോ? അനിയത്തി ഒരു വാശിപ്പുറത്ത് കിട്ടിയതാണെങ്കിലും അവനതൊരു തുറുപ്പ് ചീട്ടായി. സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾക്കേ ഈ ഗതി വരുമ്പോഴേ നിനക്കൊക്കെ എന്റെ വേദന അറിയൂ. ഹലോ ഹലോ ഹലോ. ഓ, മുതുമനെ കേറി വരുന്നുണ്ട്. ഹലോ, ഒരു പണിയില്ലാതെ. ഹലോ ഹലോ. ഇവിടെ റേഞ്ച് ഇല്ലയോ മോളെ? ഓ, റേഞ്ച്. അപ്പാപ്പൻ ഹൈ റേഞ്ചിൽ നിന്ന് വരുവാ. മോളിത് അമ്മാമ്മയുടെ കൈ കൊണ്ട് ഒരു മെനക്കേട് പറഞ്ഞേര് കേട്ടോ. അലക്സേ, എടാ മെഷീൻ എന്നാ പറ്റിയടാ? മെഷീൻ എന്നാ കുഴപ്പമാ? പെട്ടെന്നല്ലേ മഴ പെയ്യുന്നേ. വെട്ടൊക്കെ തീർന്നു. അതിനെന്താടാ, ആനിക്ക് പണിയില്ലയോ? ആ, പണി കിട്ടിയിട്ടുണ്ട്. ആനിക്ക് മാത്രമല്ല, കുടുംബത്തിനും അങ്ങാടിക്കാർക്കും മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ മൊബൈലിൽ കണ്ടായിരുന്നു. കൊച്ചേട്ടൻ കണ്ടായിരുന്നോ? അവൾ എന്റെ മോളല്ലയോടാ. എടാ, ആ കൂടുള്ള ചെറുക്കൻ ഏതാടാ? അപ്പൊ കണ്ടു. കൊച്ചപ്പനെ തല്ലിക്കൊല്ലണ്ടേ. അമ്മച്ചയെ കാണാതിരിക്കുന്നേ നല്ലത്. പെണ്ണമ്മ അറിഞ്ഞോ? പിന്നില്ലാതെ.
ആനിയോ? ലോകം മുഴുവനും കണ്ടോണ്ടിരിക്കുമല്ലയോ. മര്യാദയ്ക്ക് ടെലിഫോൺ ബൂത്തിലിരുന്ന് കുരിശും വരച്ച് 10 ചക്രം ഉണ്ടായിക്കൊണ്ടിരുന്ന കൊച്ചാ. എനിക്ക് വെച്ച് വിളമ്പി എന്റെ പിള്ളേരെ നോക്കി ഞായറാഴ്ച കുർബാന കൈക്കൊണ്ട് നടക്കേണ്ടവളാ. നോട്ടിന്റെ കെട്ട് 2 കൈ കിട്ടിയപ്പോഴേ അവിടെ കണ്ണു തള്ളിപ്പോയി. നീ കിട്ടിയിട്ടെങ്കിലേ കാണാമായിരുന്നു. എടാ, ഈ റബ്ബർ നിരക്കിട്ട് എന്നാ കിട്ടാനാ? ഓട്ടോ കയറ്റിയിടാൻ പോലും വകയില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ ആൻസിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നീ ഇപ്പൊ താമസിക്കുന്നത്. അത് മറക്കല്ലേ. റബ്ബറിന് ഒത്തില്ലെങ്കിലേ യൂക്കാലി നടന്നെന്ന് പറഞ്ഞതുപോലെ 3-ാം പക്കം നീ ആ ഇളയ പെണ്ണിന് പ്രേമലേഖനം കൊടുത്തില്ലയോ? ആൻസി അല്ലെങ്കിൽ ആനി. ഞാൻ കൊടുത്തത് പ്രേമലേഖനമാണെന്നാണോ കൊച്ചാപ്പനും കൊച്ചുമോളും കരുതിയിരിക്കുന്നത്? അതെ, എന്റെ വാശിയാ, സിനിമാ നടിയോടുള്ള വാശി. എന്നാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ സുഖമായിട്ട് തന്നെ ജീവിക്കുന്നത്, അല്ലാതെ നാട് മുഴുവനും നാറ്റിച്ചിട്ടല്ല. എന്നാത്തിനായി എപ്പം വരുമ്പോഴേ ഈ മട്ടം വാങ്ങിച്ചോണ്ട് വരുന്നത്? വെറും കൈയോടെ എങ്ങനെയാ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? ആ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ലെന്ന് പെണ്ണമ്മയ്ക്ക് അറിയത്തില്ലയോ? ആ മട്ടം വറുത്തരച്ച് നല്ല ഒരു കറി അങ്ങ് വെച്ച്. ഈ കൊച്ച് എനിക്ക് ഉഷാറായിട്ടൊരു ഊണ് കഴിക്കണം. ആ മട്ടൻ എവിടെ വെച്ചു? ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാനാണോ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത്? ആനിച്ചയുടെ സുവിശേഷമൊക്കെ അറിഞ്ഞോ നീയേ? ഒടേ തമ്പുരാൻ വന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്നും വിശ്വസിക്കത്തില്ല. എന്റെ കൊച്ച അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അമ്മച്ചി ആനയെ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. ഇതാദ്യത്തെ സംഭവം അല്ലല്ലോ, ഇതവളുടെ ശീലമല്ലേ. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. അന്നത്തെ കാര്യത്തിന് സാക്ഷിയെ ഈ നിൽക്കുന്നത്. നീ ചെന്ന് ഷീറ്റ് അടിച്ചിട്, അല്ലെങ്കിൽ ആനി വന്നാ ഇനി അതിനാ കിട്ടുന്നത്. എനിക്കറിയാം അടിച്ചിടാൻ. ചുമ്മാതാ, അവളെ പേടിയാ. ഇനി 2 അടിക്കാനുള്ള പോക്കാ. അത് പിന്നെ അവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ പേടിക്കേണ്ടി വരത്തില്ലയോ? അവൾ ഇനി ട്യൂഷനൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞേ വരത്തുള്ളൂ. ആർക്കറിയാം. എന്റെ കൊച്ചാപ്പാ, ചേച്ചിയോട് ഇയാൾക്കുള്ള വാശിക്ക് ഞാൻ കഴുത്തുകെട്ടി കൊടുത്തുന്ന കൊച്ചു ഇത്രയായിട്ടും അലക്സച്ചായന്റെ വിശ്വാസം. നമ്മുടെ വീട്ടിൽ നടന്ന എന്താന്ന് നമുക്കല്ലേ അറിയാവൂ. മൂത്തവള് പിഴച്ചു, കിട്ടിയവനെ കെട്ടിക്കോന്ന് പള്ളിക്കാരും കരക്കാരും അപ്പൻ. ഞാൻ അന്ന് ഇതിനൊന്നും കൂട്ടു നിന്നിട്ടില്ല മോളെ. കിട്ടിയവനെ കെട്ടിയതിന് ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. നിനക്കെന്താടി കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളീ പിഴയാന്ന് പറയുന്ന ചേച്ചിയുടെ അവതാരം കൊണ്ടാ. അത് നേരാ. ജാതി ഏതായാലും ആ അനന്തകൃഷ്ണൻ പഠിക്കെന്ന് പറഞ്ഞ് എത്ര പണമാ ചെലവാക്കിയത്? 1-2 രൂപയാണോ? ഇവളുടെ ജോലി നിനക്കൊരു സഹായമായില്ലയോ? അതിന് അവളോട് നന്ദി പറ. ഇവള് പഠിച്ചതാരുടെ കാശുകൊണ്ടാ? ജോലി വാങ്ങിച്ചതാരുടെ കാശുകൊണ്ടാ? എത്ര പണം അനന്തകൃഷ്ണൻ ചെലവാക്കിയത്? വെറുതെ വാശിയും കൊണ്ട് നടക്കുന്നു. എനിക്ക് വേണ്ട. അതെ, അവിടെ ഇരുന്ന് കഴിക്ക്. ഇനി രാത്രി വിശക്കണമെന്ന് പറഞ്ഞാലേ ഞാൻ പച്ചവെള്ളം തരത്തില്ല. കൊച്ചാപ്പ, ചേച്ചി എനിക്കറിയാം. ഒരു ഫോൺ നമ്പർ പോലും കയ്യിലില്ല. കൊച്ചാപ്പനൊന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വാ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോകാനിരിക്കും. നമ്മുടെ കൊച്ചല്ലയോ, നമ്മളല്ലയോ അവക്ക് മനസ്സമാധാനം കൊടുക്കേണ്ടത്. കൊടുവിളി, ഞാൻ ദാ ഇറങ്ങുന്നു. പോയി നോക്കാം. ഇനി അത് ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. ചായ. ഒരു മിനിറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പോകുന്ന വഴിക്ക് വെച്ചോളാം. വറീസേ, താക്കോലിട്. ജിമ്മിച്ചായന്റെ വീടിന്റെ താക്കോല് കിട്ടാതെ ഞാൻ ഇവിടുന്ന് അനങ്ങത്തില്ല. എന്ന് പറഞ്ഞാ അനങ്ങത്തില്ല. വറീസേ, ഒരു വാടക വീട് നോക്കാൻ വേണ്ടിയിട്ടാ ഞാൻ രാവിലെ ഇറങ്ങിയത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി കിടക്കാം. ഭാര്യയും 2 മക്കളും ഉണ്ട്. അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കേ. നിങ്ങൾക്ക് ഈ നാട്ടില്, കേരളത്തില്, മലയാളികളുള്ള നാട്ടില് തൽക്കാലം വീട് കിട്ടാൻ പോകുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ജിമ്മിച്ചായം പറയാൻ പറഞ്ഞതാ. കയ്യോടെ താക്കോലും വാങ്ങിയിട്ടേ ഇവിടുന്ന് ഇറങ്ങാൻ പാടുള്ളൂന്നും പറഞ്ഞു. വീട് ഒഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കന്യാമറിയമേ തായേ ആനിയെ, ഞാൻ ഇറങ്ങുവാണേ. അലക്സേ,
നിക്കേ, ഞാനും വരിക. ഓ ആനിയേ, ഞാനങ്ങോട്ട് പോവാ. കൊച്ചാപ്പ ലോഡ്ജ് എടുത്ത് നിക്കണെങ്കിലേ അതിനുള്ള കാശും കൂടെ വെച്ചോ. ആ 2-3 ദിവസം നിൽക്കാമല്ലോ. ആ ചെറിയ റൂം എടുത്താ മതിയല്ലോ. സൂപ്പർ ഫാസ്റ്റിന് പോകുമ്പോഴേ ഒരു 150 രൂപ കൂടുതൽ വേണ്ടി വരും. അല്ല, സൂപ്പർ ഫാസ്റ്റിന് പോകുന്നതാ സൗകര്യം. 200 കൂടെ ഉണ്ടേ. അതെ, എത്ര ബുദ്ധിമുട്ടിയാലും ആൻസിയെ കണ്ടിട്ടേ മടങ്ങാവേ. അത് ഉറപ്പല്ലയോ? കണ്ടിട്ട് ഉടനെ ഒന്ന് വിളിപ്പിക്കണം. എന്റെ നമ്പർ കൊടുത്താ മതി. ആ മതി 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 മതി. എന്നാ ഞാൻ ഇറങ്ങുക. എവിടെ പോകല്ലേ, ഞാനും വരിക. ഓ മെനക്കേട് വീണ്ടും വരുന്നു. അയ്യോ, എന്തോ മറന്നല്ലോ. സമയം പോയി. മോളെ, മട്ടനൊക്കെ എന്തോ വിലയാ. കിലോ 450 രൂപയാ. അത് തിരിച്ചെല്ലുമ്പം കൊടുക്കാമെന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ. മട്ടന്റെ പൈസയോ? അത് നിങ്ങൾ മേടിച്ചല്ലയോ? അതെ, ഞാൻ തിരിച്ചെല്ലുമ്പം കൊടുക്കാമെന്നാ പറഞ്ഞേക്കുന്നേ. അതിനെത്രയായി? അത് 458 രൂപ. മോളുള്ളത് നീ തന്നാ മതി. ദാ ആ കവറിനൊരു 3 രൂപ ചോദിച്ചായിരുന്നു. അത് ഞാൻ കൊടുത്തോളാം. എന്റെ കൊച്ചാപ്പ, ഞങ്ങൾ ഇവിടെ മട്ടനൊന്നും വാങ്ങാറില്ല. 1 കിലോ കോഴിയോ പോത്തോ, അത് വല്ലപ്പോഴും പെരുന്നാളിന്. സമയം അല്ലേ പോയല്ലോ. ചായ? ഇനി വരുമ്പോ മട്ടനൊന്നും വാങ്ങിക്കൊണ്ട് വരണ്ട. മോൾ അങ്ങനെ പറഞ്ഞ എങ്ങനാ? ഒരു വീട്ടിൽ നിങ്ങൾ നിർത്തുന്നുണ്ടോ? ഇനി വരാതിരിക്കാവോ? ആ ഞാൻ അങ്ങോട്ട് പോയിക്കാം. ഓക്കെ. അന്വേഷണം ഏതുവരെയായി രാജ്മോഹൻ? സർ, അഡ്രസ് എടുക്കാൻ വേണ്ടി FBയിലേക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സീഡാക്കിലേക്ക് അയച്ചിട്ടുണ്ട്. റിസൾട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സർ, പക്ഷേ പരാതിയിൽ അവർ 1-2 പേര് സംശയം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ അത് ശരിയാണ് സർ. ആരൊക്കെയാണ്? ആദിത്യ കൺസ്ട്രക്ഷൻസിൻ്റെ MD ആദിത്യ കൃഷ്ണ, പിന്നെ ഹിമ കളക്ഷൻസിൻ്റെ MDയുടെ മകൻ ഋഷി ശങ്കർ. അവരെ 2 പേരെയും വിളിച്ചു വെച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വരും സാർ. ഏയ്, അതൊന്നും വേണ്ട. അവരൊക്കെ സൊസൈറ്റിയിൽ റെപ്യൂട്ടേഷനുള്ള ആൾക്കാരാണ്. ചുമ്മാ പുലിവാല് പിടിക്കാൻ നിൽക്കണ്ട. ഇതൊരു പുലിവാലാകില്ല എന്നാ സാർ എനിക്ക് തോന്നുന്നത്. സർ, ഇവരുടെ റിലേഷനിൽ അങ്ങനെ ഒരു ഓപ്പൺ റൈവലറിക്കുള്ള സ്പേസ് കിടപ്പുണ്ട്. അതൊന്നും താൻ നോക്കണ്ട. താൻ ഇതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ സർ, വേണ്ടെങ്കിൽ വേണ്ട. സാറിന് മോളിൽ നിന്ന് പ്രഷറുണ്ടോ? ഇതൊരു സൈബർ ഇഷ്യൂ അല്ലല്ലോ മിസ്റ്റർ രാജ്മോഹൻ. മൈൻഡ് യുവർ വേർഡ്സ്. താൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഈ ഫയലും ക്ലോസ് ചെയ്യും. ബാക്കി പണിയൊക്കെ ഞാൻ നോക്കിക്കോളാം. സർ, പോകുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റിനോട് റിപ്ലൈ കിട്ടിയേക്കൊള്ളാം. എന്താ? സാറിന്റെ ഭാര്യയ്ക്കോ സഹോദരിക്കോ മകൾക്കോ ആണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ സമൂഹത്തിലെ ഉന്നതരാണെന്ന് കരുതി ഈ ഫയലും ക്ലോസ് ചെയ്യാൻ പറയോ സർ? ജസ്റ്റ് എ ഡൗട്ട്. നാട്ടിൽ ദിവസവും നടക്കുന്ന സൈബർ കേസുകളിൽ 1% പോലും നമ്മുടെ ഓഫീസിൽ എത്താറില്ല. എത്തിയാൽ തന്നെ അതിൽ 95% മുഖം മറച്ചു നിൽക്കുന്ന ഇരകളാണ് സർ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീ തനിക്കൊന്നും മറയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്ത് വരുമ്പോൾ അതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യണ്ടേ സാർ? അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ റെപ്യൂട്ടേഷന് മാത്രമല്ല, സമൂഹത്തിന് കൂടെ റിലീഫായിരിക്കും സാർ. സാറേ, സോഷ്യൽ മീഡിയ വളരെ വൈഡാണ്. സാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സാറിനറിയില്ല. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 നിമിഷം മതി സാർ ലോകം മുഴുവൻ വൈറലാവാൻ. അപ്പോൾ പിന്നെ എൻ്റെ ജോലി പോവും, സാറിൻ്റെയും. അങ്ങനെ ഒരു ലോകത്താണ് സാർ നമ്മൾ ജീവിക്കുന്നത്. അതിനെതിരെ നേരായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം സാർ. നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നില്ലേ സാർ? നമ്മുടെ കുടുംബം കഴിയുന്നില്ലേ? അതിലൊക്കെ ഉപരി മനസാക്ഷി എന്നൊരു സാധനമില്ലേ സാർ? ഓക്കെ. നിങ്ങൾ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? ആ പെണ്ണിന് വേണ്ടിയോ? അത് ഫേക്ക് അല്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം. സാറിപ്പോ പോ. ഓക്കെ സാർ. ആ പറഞ്ഞാട്ടെ, ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു, ഫോൺ എടുത്തില്ല. ഞാനിത്തിരി ബിസി ആയിരുന്നു, കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ സാറേ, തീരുമാനമായോ? അതെ,
ഈ കേസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചാൽ സാറിന് ശരിക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതായത് പേടിക്കുന്നത് പോലെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എന്റെ സണ്ണില്ലോയുടെ കാര്യത്തില് ചെറിയൊരു സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. സംശയമില്ലേ ഉള്ളൂ? അത് അന്വേഷിക്കാതിരിക്കുന്ന സാറേ നല്ലത്. ഇത് പുറത്തു വന്ന എന്റെ ഫാമിലിക്ക് കൂടെ നാണക്കേടാ. ഒരർത്ഥത്തിൽ അവൻ ചെയ്തത് സൽപ്രവൃത്തിയാ. അങ്ങനെ കാണാനേ എനിക്കിഷ്ടം. അതുകൊണ്ട് സാറ് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്താട്ടെ. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. CI രാജ്മോഹനെ ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. മാറ്റിയോ? മാറ്റി. അപ്പൊ പകരം ആളിനെ വയ്ക്കോ സാറേ? കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ള ഡ്യൂട്ടി ഓഫീസേഴ്സിനുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളായിരിക്കണം. അത് മതി, അത് മതി. കൂടുതൽ ചെകഞ്ഞു പിടിക്കണ്ടെന്നൊന്ന് പറഞ്ഞേക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം. മോളിന്ന് വല്ല പിടിയും വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തോ മോളിന്ന് പിടിക്കാനാ? സാറേ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണം ഞായറാഴ്ചയാണ്, മറക്കരുത്. വിത്ത് ഫാമിലി എത്തിയേക്കണം. ശരി ശരി, ഓക്കെ ഓക്കെ. എന്തുവാടി? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? ആൻസിയെ DGP കാണാൻ പോകുന്നുണ്ടെന്ന്. DGP കാണാനോ? അവളോ? മീഡിയ വഴി അറിഞ്ഞതാ. നമ്മുടെ മിനിസ്റ്റർ PA ഇല്ലേ, വിജയകുമാർ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. DGP കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ഈ നാറിയ കേസിലൊന്നും അവരിടപെടത്തൊന്നുമില്ല. ചുമ്മാ വക്കീലിനെ അറിയാലോ ചട്ടവും നിയമമൊക്കെ. തെളിവടക്കം കൊടുത്താലോ? എന്ത് തെളിവ്? അവിടെയാ കുഴപ്പം. തെളിവുണ്ട്. അവളെ കൊണ്ട് നീ അങ്ങ് രക്ഷപ്പെട്ടില്ലേ?